ആദ്യം നമുക്ക് കാതോലിക്ക ബാവ വിടവാങ്ങിയ ആ വാർത്തയിലേക്ക് തന്നെയാണ്. വലിയ ഇടയന് വിട. മലങ്കര ഓർത്തഡോക്സ് സഭാ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമാ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ കാലം ചെയ്തു. പരുമലയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ബാവയുടെ അന്ത്യം സംഭവിച്ചത് പുലർച്ചെ 2:35-നാണ്. ഭൗതികദേഹം ഇപ്പോൾ പരുമല പള്ളിയിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. ഇന്ന് വൈകിട്ടോടെ കോട്ടയത്തെ ദേവലോകം അരമനയിലേക്ക് ഭൗതിക ശരീരം കൊണ്ടുപോകും. ദേവലോകം കാത്തോലിക്കേറ്റ് അരമനയിൽ നാളെ വൈകിട്ടോടെ ഖബറടക്കം നടക്കും. വിവരങ്ങളുമായി പരുമല പള്ളിയിൽ നിന്ന് ശരണ്യ സ്നേഹജനം, കോട്ടയത്തെ ദേവലോകം അരമനയിൽ നിന്ന് ജി ശ്രീജിത്തും ചേരുകയാണ്. ആദ്യം ശരണ്യയിലേക്ക്. ശരണ്യ, ഇന്ന് പുലർച്ചെയോടെയായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗം. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അരമനയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണോ? എന്താണ് വിവരങ്ങൾ? കാതോലിക് ബാവയുടെ ഭൗതിക ശരീരം ഇപ്പോൾ പരുമല പള്ളിയിൽ പൊതുദർശനത്തിനായി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ സംസ്കാരത്തിന്റെ ഭാഗമായുള്ള കുർബാന നടക്കുകയാണ്. അദ്ദേഹത്തിന്റെ 6:30 അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇവിടെ പരുമല പള്ളിയിലേക്ക് എത്തിയത്. ദീർഘകാലമായി അദ്ദേഹത്തിന്റെ സേവനം പരുമല കേന്ദ്രീകരിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ഇന്ന് പകൽ മുഴുവൻ പൊതുദർശനത്തിന് വെച്ച ശേഷമാകും അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം വൈകിട്ട് 7 മണിക്കത്തെ പ്രാർത്ഥനകൾക്ക് ശേഷം 7 മണിയോടുകൂടി കോട്ടയത്തേക്ക് കൊണ്ടുപോകുക. ഇപ്പോൾ അല്പസമയം മുമ്പ് ഡോക്ടർ ഗീവർഗീസ് മാർ ലൂയിസ് മെത്രാപ്പൊലീത്തയുടെ നേതൃത്വത്തിലുള്ള വിശുദ്ധ കുർബാന ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് വിശുദ്ധ കുർബാന നൽകുകയാണ്. അതിനുശേഷം കുർബാനയ്ക്ക് ശേഷം മറ്റ് ചടങ്ങുകളൊന്നും ഉണ്ടാകില്ല എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതിനുശേഷം പൊതുദർശനത്തിനായി ജനങ്ങൾക്ക് വെച്ച് നൽകും. കോവിഡ് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള ക്രമീകരണങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ 2:30 അദ്ദേഹത്തിന്റെ മരണം, 2:35 അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഒപ്പം അദ്ദേഹം കഴിഞ്ഞ കുറച്ച് നാളുകളായി അർബുദബാധിതനായി ചികിത്സയിലായിരുന്നു. 2019 അദ്ദേഹത്തിന് ശ്വാസകോശ അർബുദം സ്ഥിരീകരിച്ചിരുന്നു. അതിനുശേഷം ഈ കഴിഞ്ഞ ഫെബ്രുവരി 23 അദ്ദേഹത്തിന് കോവിഡ് സ്ഥിരീകരിക്കുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം പരുമലയിലെ തന്നെ അദ്ദേഹത്തിന്റെ ആശുപത്രി, അദ്ദേഹത്തിന് നേതൃത്വം നൽകി പണിതതാണ് പരുമലയിലെ ആശുപത്രി. പരുമലയിലെ സഭയുടെ ആശുപത്രിയിൽ തന്നെ അദ്ദേഹം ദീർഘകാലമായി, അതായത് 2019 മുതൽ തന്നെ അദ്ദേഹം അവിടെ ചികിത്സയിലായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ 2 ആഴ്ചയോടുകൂടി അദ്ദേഹത്തിന്റെ നില ഗുരുതരമാവുകയും ഇന്നലെ ഉച്ചയ്ക്കോടുകൂടി അതീവ ഗുരുതരാവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയുമായിരുന്നു. എന്തായാലും ഇന്ന് പുലർച്ചെ 2:30 അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിക്കുകയാണ് ഉണ്ടായത്. നമുക്കറിയാം, ഓർത്തഡോക്സ് സഭ തർക്കം അടക്കമുള്ള സഭകൾ തമ്മിലുള്ള തർക്കത്തിൽ സുപ്രീം കോടതി വിധി അടക്കം വരുന്ന സമയത്ത് സഭയുടെ പരമാധ്യക്ഷനാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധേയമായ വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത്. ആ കാലയളവിലൊക്കെ തന്നെയും പലവിധ ചർച്ചകൾക്കും ഒക്കെ മുൻകൈയെടുത്ത നേതൃത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ഇത്തരത്തിൽ പള്ളിത്തർക്കം പലയിടങ്ങളിൽ നടക്കുന്ന ഘട്ടത്തിലും അദ്ദേഹം മറ്റ് സഭകളെയൊക്കെ ചർച്ചയ്ക്ക് വിളിക്കുകയും അത്തരത്തിൽ ചർച്ചകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ ഒരിക്കൽ പോലും സുപ്രീം കോടതി വിധി എന്താണോ ആ വിധിയിൽ ഊന്നിയുള്ള ചർച്ചകൾ മാത്രമാണ് അദ്ദേഹം സ്വാഗതം ചെയ്തിരുന്നത്. നമുക്കറിയാം, അദ്ദേഹത്തിന്റെ വിശ്വാസികളോടൊക്കെ വളരെ സ്നേഹത്തോടെയുള്ള ബന്ധം പുലർത്തിയിരുന്ന വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. എങ്കിൽ പോലും സഭാ വിശ്വാസങ്ങളിൽ അദ്ദേഹം കർശനമായ ചിട്ട പാലിച്ചിരുന്ന വ്യക്തിത്വം കൂടിയായിരുന്നു. അദ്ദേഹത്തിന് 74 വയസ്സായിരുന്നു. അദ്ദേഹത്തിന്റെ ജനനമൊക്കെ തൃശ്ശൂർ ജില്ലയിലാണ്. 1946 ഓഗസ്റ്റ് 30 പഴഞ്ഞിയിലാണ്, കുന്നംകുളം പഴഞ്ഞിയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. കെ ഐപ്പിന്റെയും കുഞ്ഞീറ്റയുടെയും മകനായി അദ്ദേഹം ജനിച്ചു. പിന്നീട് സെന്റ് തോമസ് കോളേജിൽ നിന്ന് അദ്ദേഹം ബിരുദം നേടി. അദ്ദേഹത്തിന്റെ സെക്കൻഡറി വിദ്യാഭ്യാസവും ഒപ്പം തന്നെ ആദ്യ ബിരുദ വിദ്യാഭ്യാസവും ഒക്കെ തൃശ്ശൂർ കേന്ദ്രീകരിച്ചായിരുന്നു. അതിനുശേഷം ആ കാലഘട്ടത്തിലൊക്കെ തന്നെയും അദ്ദേഹം വൈദിക വൃത്തികൾ താല്പര്യം കാണിക്കുകയും പള്ളി ശുശ്രൂഷകളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ 13 വയസ്സ് മുതൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ ബിരുദാനന്തര ബിരുദ പഠനത്തിനായാണ് കോട്ടയത്തേക്ക് അദ്ദേഹം എത്തുകയും
വരികയും കോട്ടയത്ത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല കേന്ദ്രീകരിക്കുകയും ചെയ്തത്. കോട്ടയം CMS കോളേജിൽ നിന്നും സാമൂഹ്യശാസ്ത്രത്തിൽ അദ്ദേഹം ബിരുദാനന്തര ബിരുദം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് അറിയാം, അദ്ദേഹം സഭാധ്യക്ഷനായിരിക്കുകയാണ് 2017 ജൂലൈ 3-ന് പള്ളിത്തർക്ക കേസിൽ ഓർത്തഡോക്സ് വിഭാഗത്തിന് അനുകൂലമായുള്ള സുപ്രീം കോടതി വിധി വന്നത്. അതിനുശേഷമുള്ള സർക്കാർ ചർച്ചകളിലും തർക്കങ്ങളിലുമൊക്കെ അദ്ദേഹം ഇത് ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്ന് ആഗ്രഹിച്ച വ്യക്തിത്വമായിരുന്നു. ഓർത്തഡോക്സ് വിഭാഗത്തിന് അനുകൂലമായി വിധി വന്നെങ്കിലും മറ്റ് സഭകളെയൊക്കെ അത്തരം ചർച്ചകളിലേക്ക് അദ്ദേഹം സ്വാഗതം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കോട്ടയം പഴയ സെമിനാരിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വൈദിക പഠനം അടക്കമുള്ള കാര്യങ്ങൾ. 1972 പരുമന സെമിനാരിയിൽ വെച്ചാണ് അദ്ദേഹം സഭയുടെ ആദ്യ പട്ടം സ്വീകരിക്കുന്നത്. പിന്നീട് പൂർണ്ണ ഷെമാശപട്ടം 1973 അദ്ദേഹം കൊരട്ടിയിൽ സിയോൺ സെമിനാരിയിൽ വെച്ച് സ്വീകരിക്കുകയും ഉണ്ടായിട്ടുണ്ട്. 1972 MGM തിരുവല്ല അസോസിയേഷൻ കൺവെൻഷനിൽ വെച്ചാണ് അദ്ദേഹം മെത്രാപ്പൊലീത്തയായി തെരഞ്ഞെടുക്കുന്നത്. തുടർന്ന് പിന്നീട് കുന്നുകുളം ഭദ്രാസനം രൂപീകൃതമായപ്പോൾ ആ കുന്നുകുളം ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലീത്തയായി അദ്ദേഹം ഉത്തമ മെത്രാപ്പൊലീത്തയായി അദ്ദേഹം ചുമതല ഏൽക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ കുറഞ്ഞ പ്രായത്തിൽ തന്നെ സഭയുടെ പരമാധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്ന പുരോഹിതന്മാരിൽ വൈദികന്മാരിലൊരാളായി അദ്ദേഹം മാറുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല കുന്നുകുളം ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലീത്തയെ അവിടെ ദീർഘകാലം സേവനം അനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം 2006 പരുമന സെമിനാരിയിൽ വെച്ച് നിയുക്ത കാത്തോലിക്കയായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിരുന്നു. 2010 നവംബർ 1-നാണ് അദ്ദേഹം പരിശുദ്ധ ബസേലിയസ് മാർത്തോമാ പൗലോസ് ദിദിയൻ ബാവ എന്ന പേരിൽ പൗരസ്ത്യ കാത്തോലിക്കരുടെയും മലങ്കര മെത്രാപ്പൊലീത്തയുടെയും പിൻഗാമിയായി പരുമലയിൽ വെച്ച് വാഴിക്കപ്പെടുന്നത്. അതിനുശേഷം ദീർഘമായ കാലയളവിൽ അദ്ദേഹം സഭയുടെ നേതൃസ്ഥാനത്ത് നിന്നു. നിരവധി സംരംഭങ്ങൾ സഭയ്ക്ക് കീഴിൽ അദ്ദേഹം കൊണ്ടുവരുന്നത് ശ്രദ്ധിച്ചു. അതിനകത്ത് പ്രധാനപ്പെട്ടതാണ് പരുമലയിലെ ക്യാൻസർ രോഗ ചികിത്സയ്ക്കായുള്ള ശരണ്യ സ്നേഹജനാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ കോട്ടയത്തെ ദേവലോകം അരമനയിൽ നിന്ന് ശ്രീജിത്ത് കൂടി ചേരുന്നു. ശ്രീജിത്ത്, അദ്ദേഹത്തിൻ്റെ സമൂഹത്തിലുള്ള സംഭാവനകൾ അത് എന്നും ഓർമ്മിക്കുന്നതും നിലനിൽക്കുന്നതുമാണ്. എങ്ങനെയായിരുന്നു അദ്ദേഹത്തെ നമ്മൾ ഈ സമൂഹം ഓർത്തെടുക്കേണ്ടത്? ഗോപി, നമുക്കറിയാം ഓർത്തഡോക്സ് സഭയും യാക്കോബായ സഭയും തമ്മിലുള്ള വലിയ തർക്കം നടക്കുന്ന ഒരു കാലഘട്ടമാണ് കഴിഞ്ഞു പോയത്. 2017 ഇത് സംബന്ധിച്ചുള്ള സുപ്രീം കോടതി വിധി ഉണ്ടാകുകയും ചെയ്തിട്ടുള്ളത്. ഈ വിധി വന്ന ശേഷമുള്ള ഓർത്തഡോക്സ് സഭയുടെ നിലപാടുകളാണ് വളരെ പ്രധാനപ്പെട്ടത്. ഒരുപക്ഷെ ഈ വിഷയത്തിൽ ഒരു നിയമവ്യവഹാരത്തിലൂടെ വിധി സ്വന്തമാക്കുക, സഭയ്ക്ക് അനുകൂലമായ വിധി സ്വന്തമാക്കുക എന്നത് മാത്രമല്ല അദ്ദേഹം ചെയ്തത്. അതിനപ്പുറത്തേക്ക് ഈ പള്ളികൾ പിടിക്കാൻ പോലീസും മറ്റും പോകുന്ന സമയത്ത് അവിടെ നേരിട്ട് പോയി സഭാവിശ്വാസികൾ ഒരു സംഘർഷത്തിലേക്കൊന്നും പോകാൻ പാടില്ല എന്ന കർശനമായ നിർദ്ദേശം ഓർത്തഡോക്സ് സഭയുടെ ഭാഗത്ത് നിന്നെടുത്തതിൽ ബസേലിയസ് പൗലോസ് ദിദിയൻ കാതോലിക്ക ബാവയ്ക്ക് വലിയ പങ്കുണ്ട്. നമുക്കറിയാം, നേരത്തെ തന്നെ അദ്ദേഹം പല വാർത്താ സമ്മേളനങ്ങളിൽ പോലും ഇക്കാര്യം തന്നെ നേരിട്ട് പറയുകയും ചെയ്തിട്ടുള്ളതാണ്. അതായത് ഒരു നിയമപരമായ വിജയമാണ് ഉണ്ടാകേണ്ടത്, സർക്കാരുകൾ വിധി നടപ്പാക്കുകയാണ് ചെയ്യേണ്ടത് എന്ന ഒരു പരിധിവരെ വിധി എന്ന വലിയൊരു ആയുധം കയ്യിലുണ്ട് എന്നത് പ്രധാനപ്പെട്ടത് തന്നെയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു പ്രകോപനപരമായ സാഹചര്യം പുറത്തുണ്ടാകുമ്പോൾ അതിനോട് വൈകാരികമായി പ്രതികരിക്കാതെ നിയമപരമായി തന്നെ നിലനിൽക്കുക എന്ന നിലപാട് ഓർത്തഡോക്സ് സഭയെ ഒരുപക്ഷെ ആ വിഷയത്തിൽ അല്പം ഉയർത്തി നിർത്തി എന്ന് തന്നെ പറയേണ്ടി വരും. ഇടക്കാലത്ത് സർക്കാർ ഈ വിധി നടപ്പാക്കുന്നതിൽ നിന്ന് പിന്നോട്ട് പോയപ്പോൾ ചർച്ചകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ പോലും അദ്ദേഹം തയ്യാറായി. പക്ഷെ പിന്നീടും ചർച്ചകളുമായി സഹകരിക്കുന്നു. പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത ഓർത്തഡോക്സ് സഭയുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത ചർച്ചകളിലും പള്ളി തർക്കത്തിൽ വിളിച്ചു ചേർത്ത ചർച്ചകളിലും സഭാപ്രതിനിധികളെ അയക്കാൻ തയ്യാറാകുന്നു. അങ്ങനെ ഈ വിഷയം സമാധാനപരമായി പൂർണ്ണമാകണം എന്ന താല്പര്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തീർച്ചയായും ഉണ്ടായിരുന്നത്. എന്തായാലും അത്തരത്തിൽ പ്രധാനപ്പെട്ട ഒരു ഇടയൻ. അതോടൊപ്പം തന്നെ സഭാവിശ്വാസികളെ സംബന്ധിച്ച് സാധാരണയില്ലാത്ത നിലയിൽ പല പദ്ധതികളും, പ്രത്യേകിച്ച് ക്യാൻസർ ചികിത്സാ പദ്ധതി അദ്ദേഹത്തിൻ്റെതാണ്. പ്രത്യേകിച്ച് പരുമലയിലെ ആശുപത്രിയെ ഒരു ക്യാൻസർ സെന്ററാക്കി മാറ്റുക, ഒപ്പം തന്നെ കോവിഡ് പാക്കേജുകൾ പ്രഖ്യാപിക്കുക, അങ്ങനെയുള്ള ക്രമീകരണങ്ങളെല്ലാം
അദ്ദേഹം സഭാവിശ്വാസികൾക്കായി എടുത്തു. എന്തായാലും ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വിയോഗം, പ്രത്യേകിച്ച് നിയുക്ത ബാവയൊക്കെ തെരഞ്ഞെടുക്കുന്നതിന് മുൻപ് തന്നെ നിലവിലെ കാതോലിക്ക ബാവ വിട വാങ്ങുന്നു എന്നതാണ് ഇക്കാര്യത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. ഞാനിപ്പോൾ ദേവലോകം അരമനയിലാണുള്ളത്. ഈ അരമനയിൽ ഏതായാലും അദ്ദേഹത്തിന് വേണ്ടിയുള്ള കബറിടം അല്പസമയം കൂടി കഴിഞ്ഞാൽ ഒരുങ്ങും. ഇവിടെ പരിശുദ്ധ കാതോലിക്ക ബാവമാരുടെ കബറിടമാണ് ഉള്ളത്. 3 ബാവമാരുടെ കബറിടങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് തൊട്ടപ്പുറത്തായി ബസേലിയോസ് പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവയ്ക്കുള്ള കബറിടം ഒരുങ്ങും. അതിനുവേണ്ടി സ്വാഭാവികമായും ഏത് കാതോലിക്ക ബാവ മരിച്ചാലും ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നതിനുള്ള സൗകര്യമുണ്ടാകും. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഈ സ്ഥലത്ത് ഒരുക്കിയിട്ടുണ്ട്. ഈ സ്ഥലത്തായിരിക്കും ബസേലിയോസ് പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവയ്ക്ക് അന്ത്യവിശ്രമം ഒരുങ്ങുക. അതായത് ഇത് ഓരോ ബാവമാരുടെ കൂടി താല്പര്യം അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങളുടെ താല്പര്യം കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും ഏത് സ്ഥലത്തായിരിക്കണം ഈ ഇത്തരം ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടത്, കബറിടം ഒരുക്കേണ്ടത് എന്നത് തീരുമാനിക്കുന്നത് അങ്ങനെ കൂടിയായിരിക്കും. അത് നേരത്തെ 2010 അന്നത്തെ ബാവയായിരുന്ന ദിദിമോസ് പ്രഥമൻ ബാവയ്ക്ക് പത്തനാപുരത്തായിരുന്നു കബറിടം ഒരുക്കിയിരുന്നത്. ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില കൂടുതൽ വഷളായപ്പോൾ കുടുംബാംഗങ്ങൾ അത്തരം ചർച്ചകൾ ഒക്കെ ഏർപ്പെട്ടിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഇദ്ദേഹത്തിന്റെ ജന്മനാടായ കുന്നംകുളത്തേക്ക് കൊണ്ടുപോകുമോ എന്നതടക്കമുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില ഏതാണ്ട് പൂർണ്ണമായും വഷളായിരുന്നു. പ്രത്യേകിച്ച് ഇദ്ദേഹത്തിന്റെ മറ്റ് ശരീരഭാഗങ്ങൾക്കൊന്നും പ്രശ്നമില്ലെങ്കിലും ക്യാൻസർ ബാധിച്ച ശ്വാസകോശം ഏതാണ്ട് പൂർണ്ണമായും തകരാറിലാകുന്നു. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ കോവിഡ് വന്നതോടുകൂടി അത് പരിഹരിക്കാൻ ഉള്ള മരുന്നുകൾ അടക്കം ചികിത്സ അടക്കം ഫലപ്രദമല്ലാതെ വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതാണ് അദ്ദേഹത്തിന്റെ അന്ത്യം പെട്ടെന്ന് ഉണ്ടായത് എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ ഒരുപക്ഷെ അദ്ദേഹം പോലും പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ കൂടി താല്പര്യപ്രകാരമായിരുന്നു നിയുക്ത ബാവയെ തീരുമാനിച്ചത്. അതായത് തീരുമാനിക്കാനുള്ള യോഗമടക്കം തീരുമാനിച്ചത്. അത് ഒക്ടോബറിൽ നടക്കാനിരിക്കുകയാണ്. അദ്ദേഹം വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിക്കുന്നത് എന്നതാണ് എടുത്ത് പറയാനുള്ളത്. സാധാരണ സഭയുടെ ചരിത്രത്തിൽ നിയുക്ത ബാവയൊക്കെ നേരത്തെ ഏതെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തൊട്ടടുത്ത ബാവയെ ആരാകണം എന്ന തീരുമാനം നേരത്തെ എടുക്കാറുണ്ട്. പക്ഷെ അത്തരത്തിലൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഈ ഇപ്പോഴത്തെ കാലം ചെയ്ത ബസേലിയോസ് പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ ഏതാണ്ട് 2006 തന്നെ നിയുക്ത ബാവയെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. 2010 ആണ് ദിദിമോസ് പ്രഥമൻ ബാവ കാലം ചെയ്തത്. അതിനുശേഷം അദ്ദേഹം ചുമതലയിലേക്ക് വരികയായിരുന്നു. എന്തായാലും ഇവിടെ അങ്ങനെ ഉണ്ടാകുന്നില്ല. വളരെ പെട്ടെന്നുള്ള ക്യാൻസർ, അതീവ ഗുരുതരാവസ്ഥ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും വളരെ പെട്ടെന്നൊരു വിയോഗമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ സഭ ഒരു നിയുക്ത ബാവയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള കാലത്തിന് മുൻപ് തന്നെ ഇദ്ദേഹം വിട വാങ്ങുന്നു എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. എന്തായാലും പ്രതിസന്ധി കാലത്ത് സഭയെ മുന്നോട്ട് നയിച്ചു എന്ന് തന്നെയായിരിക്കും അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതെ, ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ സഭയ്ക്കകത്തായാലും പുറത്തായാലും വലിയ ഇടപെടൽ നടത്തിയ വ്യക്തിത്വമാണ് കാതോലിക്ക ബാവയുടേത്. അത് സ്നേഹസ്പർശം പദ്ധതിയിലൂടെയായാലും ക്യാൻസർ സെന്റർ ആയാലും സാധാരണക്കാർക്ക് ഒരുപാട് സഹായം എത്തിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിത്വമായിരുന്നു കാതോലിക്ക ബാവയുടേത്. അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ വലിയ ഒരു തീരാ ദുഃഖം തന്നെയാണ് സഭയ്ക്കകത്തായാലും സാധാരണക്കാർക്കിടയിലായാലും സൃഷ്ടിക്കുന്നത്. പ്രമുഖരുടെ പ്രതികരണങ്ങളിലേക്ക്. പരിശുദ്ധ കാതോലിക്ക ബാവയുടെ അകാലത്തിലുള്ള വേർപാടിന് അഗാധമായ ദുഃഖം അനുശോചനം അറിയിക്കുകയാണ്. കഴിഞ്ഞ കുറെ മാസങ്ങളായി അദ്ദേഹം പരിമല ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ചികിത്സയുടെ എല്ലാ ഘട്ടങ്ങളിലും ഞാൻ അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നു. ഈ വേർപാടിൽ ദുഃഖിക്കുന്നതിന്റെ ഒരു പ്രധാന ഘടകം അദ്ദേഹം സഭയ്ക്ക് മാത്രമല്ല സമൂഹത്തിന് ഒരു നല്ല നായകനായിരുന്നു. ഒരുപാട് പാവങ്ങളെ സഹായിക്കുന്ന ഒരുപാട് കർമ്മ പദ്ധതികൾ അദ്ദേഹം നേതൃത്വം നൽകി. സഭയുടെ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ദുഃഖത്തിൽ ഞാൻ പങ്കെടുക്കുന്നു. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയുടെ നിര്യാണത്തിൽ അദ്ദേഹം കാലം ചെയ്ത വിവരം അറിഞ്ഞ് ഞാൻ അനുശോചിക്കുകയും എന്റെ മനസ്സിൽ സുസ്ഥിര പ്രതിഷ്ഠ നേടിയ ക്രിസ്തീയ മതമേലധ്യക്ഷന്മാരിൽ പ്രമുഖനാണ് അദ്ദേഹം. എന്റെ ഒരു കുടുംബാംഗം നഷ്ടപ്പെട്ടതുപോലെയുള്ള അവസ്ഥയാണുള്ളത്. 2 പതിറ്റാണ്ട് കാലത്തെ ബന്ധമുണ്ട്. അദ്ദേഹത്തിന്റെ സവിശേഷത, അദ്ദേഹത്തിന്റെ ഒരു സൗമ്യതയും അതോടൊപ്പം എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള ഹൃദയവിശാലതയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി സാത്വികനായ ഒരു ആധ്യാത്മിക ആചാര്യനായിരുന്നു. ഏറ്റവും
പ്രയാസമുള്ള ഒരു കാലഘട്ടത്തിൽ മലങ്കര ഓർത്തഡോക്സ് സഭയെ നയിക്കാനുള്ള നിയോഗം അദ്ദേഹത്തിനാണ് ലഭിച്ചത്. നിശബ്ദനായി നിന്ന് നിരവധി കാരുണ്യ പ്രവർത്തനങ്ങളിൽ യാതൊരു തരത്തിലുമുള്ള പ്രചരണപരതയും കൂടാതെ ഇടപെടാൻ കഴിഞ്ഞ ഒരു ആധ്യാത്മിക ആചാര്യനായി തിരുമേനിയെ ഞാൻ കാണുകയാണ്. അദ്ദേഹത്തിന്റെ വിയോഗം കേരളത്തിലെ ക്രൈസ്തവ സഭയ്ക്കും പൊതുസമൂഹത്തിനും ഒരു വലിയ നഷ്ടമാണ്. വിയോഗത്തിന് മുമ്പിൽ എന്റെ ആദരാഞ്ജലികൾ ഞാൻ ഈശ്വരനെ അറിയിക്കട്ടെ. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയെ വളരെ ബഹുമാനത്തോടു കൂടി ആദരവോടുകൂടി ഞാൻ എന്റെ എല്ലാ വിധത്തിലുള്ള അന്ത്യപ്രണമവും അർപ്പിക്കുകയാണ്. വളരെ നല്ല രൂപത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിന് വേണ്ടി പരിശ്രമിച്ചിട്ടുള്ള വലിയ ഒരു കാതോലിക്ക ബാവയായിരുന്നു അദ്ദേഹം. ഞാൻ അനുസ്മരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളിലും വളരെ നല്ല രൂപത്തിലുള്ള വ്യക്തിബന്ധം നിലനിർത്തി പോകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ബാവ തിരുമേനിയുടെ ദേഹവിയോഗത്തിൽ ഞാൻ ഒരിക്കൽ കൂടി എന്റെ വ്യക്തിപരമായ രൂപത്തിൽ കൂടിയുള്ള അനുശോചനം രേഖപ്പെടുത്തുകയാണ്. പരിശുദ്ധ ബാവ തിരുമേനിയുമായിട്ട് വളരെ അടുത്ത ആത്മബന്ധം പുലർത്തുവാൻ അവസരമുണ്ടായിട്ടുണ്ട്. തികഞ്ഞ വാത്സല്യം വളരെ ചെറുപ്പക്കാരായ ഞങ്ങളോടൊക്കെ തന്നെ നൽകുന്നതിൽ അദ്ദേഹം ശ്രദ്ധാലുവായിരുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നഷ്ടമാണ്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ എന്ന നിലയിൽ ലോകവ്യാപകമായി സഭയുടെ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ സമൂഹത്തിന്റെ നന്മയ്ക്കായിട്ടുള്ള നല്ല പ്രവർത്തനങ്ങളും, ഉദാഹരണത്തിന് പരുമലയിലെ വലിയ ക്യാൻസർ സെന്റർ അടക്കം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിന്റെ ഒരു ഉദാഹരണമായി നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്. ആ ഓർമ്മകൾ എല്ലാ കാലത്തും നമ്മുടെ എല്ലാം മനസ്സിലുണ്ടാകും. കോൺഗ്രസ് നേതാവ് ശ്രീ എ കെ ആന്റണി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ എ കെ ആന്റണി, എങ്ങനെയാണ് താങ്കൾ കാതോലിക്ക ബാവയുടെ നിര്യാണത്തിൽ എങ്ങനെ അനുസ്മരിക്കുന്നു അദ്ദേഹത്തെ ഈ നിമിഷം? മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ കാതോലിക്ക ബാവ തിരുമേനിയുടെ നിര്യാണത്തിൽ ആദ്യമേ തന്നെ എനിക്കുള്ള അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയാണ്. ഓർത്തഡോക്സ് സഭയുടെ ബിഷപ്പ് എന്ന നിലയിലും പിന്നീട് പരമാധ്യക്ഷനായി മാറിയപ്പോൾ ആധ്യാത്മിക കാര്യങ്ങളിൽ തന്റെ ചുമതലകൾ ഭംഗിയായി നിർവഹിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ കണ്ട പ്രത്യേകമായ വൈശിഷ്ട്യം, അദ്ദേഹം എല്ലാ കാലത്തും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒരു ആധ്യാത്മിക ആചാര്യന്റെ പ്രധാനപ്പെട്ട കർമ്മമണ്ഡലമായിരിക്കണം എന്ന ബന്ധക്കാരായിരുന്നു. അദ്ദേഹം മുൻകൈയെടുത്ത് കേരളത്തിനകത്തും പുറത്തും ഓർത്തഡോക്സ് സഭയുടെ കീഴിൽ ധാരാളം ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കോവിഡ് കാലത്ത് അദ്ദേഹം തന്നെ തീരെ അവശനായിരുന്നു. നിരന്തരമായ രോഗപീഠകൾ അദ്ദേഹത്തെ അലട്ടിയിരുന്നു. എന്നിട്ടും ഈ കോവിഡിന്റെ കാലത്ത് ഓർത്തഡോക്സ് സഭ സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങളിൽ പ്രധാനമായി ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് അദ്ദേഹം പ്രത്യേകമായി താല്പര്യമെടുക്കുകയും നിർദ്ദേശം കൊടുക്കുകയും ചെയ്തിട്ടാണ് മനസ്സിലാക്കുന്നത്. സമ്പന്നന്മാരെന്നോ പാവപ്പെട്ടവരെന്നോ അധ്വാനിക്കുന്നവരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരെയും സമഭാവനയോടെ കാണുന്നതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. സമത്വവും സമഭാവനയും അദ്ദേഹത്തിന്റെ നൈസർഗികമായ സ്വവിശേഷമായിരുന്നു. അദ്ദേഹം മുൻകൈയെടുത്ത് പരുമലയിൽ സ്ഥാപിച്ച ക്യാൻസർ സെന്റർ, ക്യാൻസർ ആശുപത്രി എത്രയോ പാവപ്പെട്ട ക്യാൻസർ രോഗികൾക്ക് അവരുടെ ജീവൻ രക്ഷിക്കാൻ സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വേർപാട് സഭകൾക്കൊപ്പം എന്റെ അഗാധം ഈശോന്റെ. ശ്രീ എ കെ ആന്റണി അദ്ദേഹമാണ് ഈ സന്ദർഭത്തിൽ വലിയ ഇടയനെ ഓർത്തെടുത്തത്, അദ്ദേഹത്തിൻ്റെ സംഭാവനകളെക്കുറിച്ച് പറഞ്ഞത്. ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി കൂടി ഈ ഘട്ടത്തിൽ നമ്മളോട് കൂടെ ചേരുന്നു. ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി, എങ്ങനെ കാണുന്നു അദ്ദേഹത്തിൻ്റെ വിയോഗത്തെ, എങ്ങനെ ഓർത്തെടുക്കുന്നു ആ ഒരു വലിയ ഇടയനെ?
വളരെ താങ്കൾക്ക് പറയാം, കേൾക്കാമോ ശ്രീ കുഞ്ഞാലിക്കുട്ടി? കേൾക്കാം. ഓർത്തഡോക്സ് സഭയുടെ പരമോന്നതനായ അതിന്റെ അധ്യക്ഷൻ വിടവാങ്ങിയിരിക്കുന്നു. ഒരു സഭയുടെ മേലധ്യക്ഷൻ എന്നുള്ളതിലൊക്കെ അപ്പുറം കേരളത്തിന്റെ പൊതുജീവിതത്തിൽ നിറഞ്ഞു നിന്ന ആ നിറ സാന്നിധ്യമാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു നേതൃത്വവും അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തനങ്ങളും ഒക്കെ നമ്മൾ എടുത്തു നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഏറെയും പൊതു സമൂഹത്തിന്റെ കാര്യങ്ങളിലായിരുന്നു അദ്ദേഹം കൂടുതൽ സംഭാവനകൾ അർപ്പിച്ചിരുന്നത്. വിദ്യാഭ്യാസ ആതുരശുശ്രൂഷ മേഖലകളിലൊക്കെ അതുപോലെ തന്നെ സാധാരണക്കാരുടെ ജീവിതത്തിലൊക്കെ അദ്ദേഹത്തിന്റെ സംഭാവന വളരെ വലുതാണ്. പൊതുസമൂഹത്തിലെ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ എപ്പോഴും എടുത്തു പറയേണ്ട ഒന്നാണ്. അത് വലിയ മാറ്റങ്ങൾ നമ്മുടെ ഈ കേരളീയ സമൂഹത്തിൽ വരുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഞാൻ പലപ്പോഴും അദ്ദേഹത്തെ ചെന്ന് കണ്ടിട്ടുണ്ട്. കാണുന്ന സമയത്തൊക്കെ അദ്ദേഹത്തിന്റെ സംഭാഷണം കേരളത്തെക്കുറിച്ചും കേരളത്തിന്റെ ഭാവിയെക്കുറിച്ചും ഇവിടുത്തെ പൊതുജനങ്ങളെ കുറിച്ചും അതുപോലെ സാധാരണക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ചും ഒക്കെ ആയിരുന്നു. ഈ സഭാതർക്കമൊക്കെ വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നുള്ള നിലയിൽ വളരെ ദീർഘകാലത്തെ അദ്ദേഹത്തിന്റെ കാലഘട്ടം ആലോചിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇല്ല. അപ്പൊ നിർഭാഗ്യകരമായ തർക്കങ്ങളും വിഷയങ്ങളും ഒക്കെ ഉണ്ടായി എന്നുള്ളത് ഒഴിച്ചു നിർത്തിയാൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ബഹുഭൂരിപക്ഷവും പൊതുസമൂഹത്തിന് വേണ്ടിയായിരുന്നു. മതസൗഹാർദ്ദം നിലനിർത്തുന്ന കാര്യത്തിലായിരുന്നു. അതുപോലെ തന്നെ കേരളീയ സമൂഹത്തിന്റെ പുരോഗതിയും ഉന്നതിയും ലക്ഷ്യം വെച്ചായിരുന്നു. ആ നിലയിലൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഒരു വലിയ ഏവരും ബഹുമാനിച്ച് ഹൃദയത്തിൽ കൊണ്ട് നടന്ന തിരുമേനിയാണ്. ഈ ദുഃഖത്തില് കേരള സമൂഹം മൊത്തം പങ്കുചേരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞങ്ങൾക്കൊക്കെ അദ്ദേഹത്തെ കുറിച്ച് എപ്പോഴും വളരെ നല്ല ഓർമ്മയാണുള്ളത്. ഈ സമയത്ത് ദുഃഖം ഞാൻ വളരെയധികം സന്തോഷത്തോടുകൂടി അറിയിക്കും. മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് ഇപ്പോൾ കാതോലിക്ക ബാവയെ അനുസ്മരിച്ചത്. ബസോലിയസ് മാർത്തോമാ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവയുടെ വേർപാടിലൂടെ വിശ്വാസത്തിനും വിശ്വാസികൾക്കും വേണ്ടി നിലകൊണ്ട ആത്മീയ ആചാര്യനെയാണ് കേരളത്തിന് നഷ്ടമായതെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ അനുസ്മരിച്ചു. മതനിരപേക്ഷതയുടെ വക്താവായിരുന്ന ബാവ ആലംബഹീനരെയും പാവപ്പെട്ടവരെയും സംരക്ഷിക്കുകയും അവർക്കുവേണ്ടി കാരുണ്യ പദ്ധതികൾ നടപ്പാക്കുകയും ചെയ്ത മനുഷ്യസ്നേഹിയായിരുന്നു. ഇടവക ഭരണത്തിൽ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം നൽകി സമത്വം എന്ന ആശയം നടപ്പാക്കിയെന്നതാണ് പൗലോസ് ദ്വിതീയന്റെ ഭരണ പരിഷ്കാരങ്ങളിൽ ശ്രദ്ധേയമെന്നും സുധാകരൻ അനുസ്മരിച്ചു. മഹേഷ് നാരായൺ ചിത്രം മാലിക് വ്യാഴാഴ്ച ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്യുന്നു. പ്രേക്ഷകർ ഏറെ കാത്തിരുന്ന ഫഹദ് ചിത്രത്തിൽ വലിയൊരു താരനിര തന്നെയുണ്ട്. മാലിക്കിൽ പ്രധാന വേഷത്തിലെത്തുന്ന ദിലീഷ് പോത്തൻ, ജോജോ ജോർജ്, വിനയ് ഫോർട്ട് എന്നിവരുമായി ഞങ്ങളുടെ പ്രതിനിധി ധന്യ വിശ്വം സംസാരിക്കുന്നു. ഹലോ, 3 പേർക്കും നമസ്കാരം. നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്ത സിനിമയാണ് മാലിക്. ജൂലൈ 15 എത്തുന്നു. അതിന്റെ സന്തോഷമുണ്ട്. പക്ഷെ അതിന്റെ കൂടെ തന്നെ തിയേറ്ററിൽ കാണാമെന്ന് വിചാരിച്ചിരുന്നു. അത് നടന്നില്ല. അതിന്റെ സങ്കടമുണ്ട്. സാധാരണ എല്ലാ പ്രേക്ഷകർക്കും ഉള്ളതുപോലെയുള്ള വിഷമമുണ്ട്. അപ്പം ആദ്യം ദിലീഷ് ചേട്ടനിലേക്ക് തന്നെ പോവാൻ. അതിലേറെ വിഷമം ഞങ്ങൾക്കും ഉണ്ട് സിനിമ തിയേറ്ററിൽ കാണിക്കാൻ പറ്റാത്തത്. അതെ. അപ്പം എങ്ങനെയാണ് ഇതിപ്പോ തിയേറ്റർ വിട്ടിട്ട് നമ്മൾ OTTയിൽ ഇങ്ങനെ ഒരു സിനിമ വരുമ്പോൾ അത് എത്രത്തോളമാണ് നിങ്ങൾക്കുള്ള ഒരു പ്രതീക്ഷ? കാരണം മാലിക് ഒരിക്കലും OTT ഉദ്ദേശിച്ച് വരുന്ന ഒരു ചിത്രമായിരുന്നില്ലല്ലോ. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ വരേണ്ടി വന്നതിൽ എന്താണ് ഇപ്പൊ തിയേറ്ററിൽ എത്താത്തതിലുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? OTTയിൽ വരുന്നതിലുള്ള പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? ഇത് തന്നെയാണ്. തീർച്ചയായിട്ടും ഇതൊരു ബിഗ് സ്ക്രീനിൽ പ്രദർശിപ്പിക്കപ്പെടേണ്ട അങ്ങനെ ഒരു കൂട്ടം, ഒരു ക്രൗഡിന്റെ കൂടെ ഇരുന്ന് കാണേണ്ട സിനിമയായിട്ട് തന്നെയാണ് ഇത് ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു കാഴ്ച പ്രതീക്ഷിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിനിമ ഒരു ക്ലോസ്ഡ് വാച്ചിലേക്ക് പോകുമ്പം തീർച്ചയായിട്ടും അതിൻ്റെതായ ചില മിസ്സിങ്ങുകൾ ഉണ്ടാവും എന്ന് തന്നെയാണ് കരുതുന്നത്. അപ്പം അതുണ്ടാവും. എങ്കിലും ഈ സിനിമ ആസ്വദിക്കാൻ പറ്റുന്നത് തന്നെയാണ്. തീർച്ചയായിട്ടും അല്ലാത്ത തരത്തിലും ആസ്വദിക്കാവുന്ന സിനിമകൾ തന്നെയാണ്. എന്നാലും ഒരു ഫിലിം മേക്കർ എന്ന കേസിന്റെ വേദനകൾ എന്ന നിലയ്ക്ക് അതിനെ കണ്ടാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നുന്നത് ഇതിപ്പം OTTയിൽ റിലീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരേ സമയം
ലോകത്തിന്റെ പല ഭാഗത്തുനിന്ന് പല ആളുകൾക്ക് ഒരുമിച്ച് കാണാൻ സാധിക്കുന്നു. ലോകം മുഴുവൻ ഈ സിനിമ എത്തുന്നു എന്നുള്ള അഡ്വാൻറ്റേജുകൾ അതേസമയം ഉണ്ട് എന്ന് തന്നെ കരുതണം. അതാണ് അതിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. ഓക്കെ, ജോജു ജോർജിനെ സംബന്ധിച്ച് ഇതിപ്പം രണ്ടാമത്തതാണ്. ജഗമേതന്ത്രം കഴിഞ്ഞു, അത് OTT ആയിരുന്നു. ആളുകൾ അത്രയും അധികം ഇപ്പം സൗത്ത് ഇന്ത്യ മുഴുവൻ ആഘോഷിച്ചൊരു പടം നിൽക്കുന്നു. അതിന്റെ കൂടെ തന്നെയാണ് അടുത്ത ചിത്രവും വരുന്നത്. അപ്പം എന്താണ് മാലിക്? നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ഇതൊരു തീരദേശ ജനതയുടെ കഥയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം വ്യത്യസ്തമായ കഥാപാത്രമാണോ മാലിക്കിലുള്ളത്? തീർച്ചയായിട്ടും ഞാൻ ഇതുവരെ ചെയ്യാത്ത തരത്തിലുള്ള ഒരു വേഷം തന്നെയാണ് മാലിക്കിലുള്ളത്. അത് ബാക്ക് ടു ബാക്ക് ഇങ്ങനെ ഓൺലൈൻ OTTയിൽ സിനിമ വരാൻ പറ്റുന്നത് ഒരു വലിയ കാര്യം. കാരണം ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് നിന്ന് പോവാന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമല്ലേ. അങ്ങനെ അതും ഇതുപോലത്തെ ഒരു വലിയൊരു സിനിമയിൽ നല്ലൊരു വേഷമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് വേറെ തിയേറ്റർ എക്സ്പീരിയൻസിന്റെ കാര്യം പറയുമ്പോൾ തീർച്ചയായിട്ടും അത് മാലിക്കായാലും ഏത് സിനിമയായാലും തിയേറ്ററിൽ കാണണം. ആ തിയേറ്ററിലുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷെ ഈ ഒരു അവസ്ഥയിൽ വേറെ വഴിയില്ല. അതെ, വിനയ് ഫുഡിനെ സംബന്ധിച്ചും അത് തന്നെയായിരിക്കും. തിയേറ്റർ എക്സ്പീരിയൻസ് എത്രത്തോളം വരേണ്ട സിനിമയായിരുന്നു എന്ന് നമുക്കറിയാം. ഇപ്പൊ ട്രെയിലറൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് അതിന്റെ ഒരു എത്രത്തോളം അത് മിസ് ചെയ്യും. OTTയിൽ ഈ ഘടകങ്ങളൊക്കെ നമുക്ക് മിസ്സാവും അറിയാം. അപ്പം വിനയുടെ കഥാപാത്രം എനിക്കൊന്നു ഡേവിഡ് എന്നാണ് പേരെന്ന് തോന്നുന്നു. അപ്പം ഡേവിഡിനെ കുറിച്ചും എത്രത്തോളം ഈ ഒരു വേഷത്തിലുള്ള പ്രതീക്ഷ, മഹേഷ് നാരായണന്റെ പടത്തില് അങ്ങനെ ഒരു പ്രധാന വേഷം ചെയ്യാൻ സാധിച്ചതിലുള്ള സന്തോഷം, അതൊക്കെ ഒന്ന് പങ്കുവെക്കാം. അതിയായ സന്തോഷമുണ്ട്. ഇപ്പോ ധന്യ പറഞ്ഞ പോലെ നമ്മള് എപ്പോഴും ഞാൻ പലപ്പോഴും സിനിമകൾ അഭിനയിക്കുമ്പോ ഞാൻ കാര്യമായിട്ട് മോണിറ്ററിൽ നോക്കാറില്ല. ഇപ്പൊ ഡബ് ചെയ്യാൻ പോകുമ്പോ നമ്മള് ഡബ് ചെയ്യുമ്പോൾ നമ്മളുടെ ഭാഗങ്ങള് മാത്രം ഡബ് ചെയ്യുന്നു, വേറെ സീൻസ്, എഡിറ്റഡ് സീൻസ് കാണില്ല. അപ്പൊ അത് മുഴുവൻ ചെയ്തിരുന്നതിന്റെ ഒരു പേർപ്പസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ സിനിമ കാണുക, അതായത് ഫുൾ ക്രൗഡിന്റെ ഒപ്പം ഇരുന്നിട്ട് സിനിമ കാണുക എന്ന് പറയുന്നത് ഒരു നടൻ എന്നുള്ള തരത്തിലുള്ള ഒരു പ്രയോറിറ്റി ആയിരുന്നു. അപ്പോ എന്താ പറയാ, പക്ഷെ നമ്മൾ ഇന്നത്തെ സാഹചര്യം കണക്കിലെടുക്കുമ്പോ അത് നമ്മളൊരു ചെറിയ ഇൻഡസ്ട്രിയാണ്, മലയാള സിനിമ ഇൻഡസ്ട്രി, ചെറിയ ഇൻഡസ്ട്രി. നമ്മൾ മലയാളം സംസാരിക്കുന്ന ഒരു 3.5 കോടി ആളുകൾ ഉണ്ടാവുക. അപ്പൊ അതിൽ നിന്ന് സിനിമ ഒരു ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമിലേക്ക് അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ ആളുകൾക്കും ഒരേ സമയം കാണാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു റിലീസ് ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മളെ സിനിമ ഒരു ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമിൽ കൊണ്ട് പ്ലേസ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് അതിയായ സന്തോഷമുണ്ട്. കാര്യം നമ്മൾ റീജിയണലിൽ നിന്ന് ഒരു നാഷണൽ അല്ലെങ്കിൽ ഒരു ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമിലേക്കുള്ള ഒരു ട്രാൻസിഷൻ ഡെഫിനറ്റ്ലി ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോ നമ്മൾ അതിന്റെ ഒരു പോസിറ്റീവ് വശം ആലോചിക്കാം, എല്ലാം നല്ലതിന് വേണ്ടിയിട്ട് വിചാരിക്കാം. അതെ, ദിനേശ് ചേട്ടാ, ഇത് വിനയ് ഫോർട്ട് പറഞ്ഞത് കറക്റ്റ് ആണ്. വിനയ് പറഞ്ഞ ആ ഒരു ഘടകം വളരെ ക്ലിയർ ആണ്. കാരണം എല്ലാവരിലേക്കും ഇത് എത്തും, എല്ലാ രാജ്യങ്ങളിലിരുന്നും നമുക്കിത് കാണാം. പക്ഷെ ഫിലിം മേക്കർ എന്നുള്ള നിലയിൽ നോക്കുമ്പോൾ ഈ ടെക്നീഷ്യൻസിന്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള വിഷമം, പ്രത്യേകിച്ച് വിഷ്വൽ, ശബ്ദം, ഇതൊക്കെ ചെയ്ത ആളുകളുടെ ഒരു വിഷമം നമ്മൾ എത്രത്തോളമാണ് ചേട്ടൻ മനസ്സിലാക്കുന്നത്? അത് ഈ പടത്തിനെ സംബന്ധിച്ച് അത് എത്രത്തോളം ബാധിക്കും? കാരണം ഒരുപാട് വലിയ സെറ്റും അത്തരത്തിലുള്ള വിഷ്വൽസും അതിന്റെ ശബ്ദവും അതൊക്കെ തിയേറ്റർ എക്സ്പീരിയൻസിൽ നിന്ന് മാറുമ്പോൾ അത് എത്രത്തോളം വിഷമമാണ് ഈ ടെക്നീഷ്യൻസിനൊക്കെ ഉണ്ടാക്കുന്നത്? തീർച്ചയായിട്ടും അവർക്കത് ബുദ്ധിമുട്ടുണ്ടാക്കും തന്നെയാണ് ഞാൻ കരുതുന്നത്. പക്ഷെ എന്നാലും ഇപ്പൊ നമുക്ക് വേറെ നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യമായതിനാൽ നമുക്ക് ആ നഷ്ടത്തെ കുറിച്ച് ഇനി ഓർത്തിട്ട് കാര്യമില്ല. എങ്കിലും അത് ചെറിയ സ്ക്രീനിലാണെങ്കിലും ആ സിനിമയ്ക്ക് കൃത്യമായ സ്പേസ് ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എങ്കിലും നമുക്ക് പ്രേക്ഷകരോട് റിക്വസ്റ്റ് ചെയ്യാം, കഴിവതും മൊബൈൽ ഫോണിലെ കാഴ്ചകളൊക്കെ ഒഴിവാക്കി കഴിവതും മാക്സിമം ലഭിക്കാവുന്ന വലുപ്പമുള്ള ടിവികളിലൊക്കെ നല്ല സൗണ്ട് സിസ്റ്റത്തോടുകൂടി നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഇതാണ് പറയാനുള്ളത്. ഇത് ട്രെയിലറൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലായി ഇതൊരു വലിയ സെറ്റാണ്, അതിഭീകര സെറ്റാണ്. അതുപോലെ തന്നെ ആർട്ടിസ്റ്റുകളുടെ എണ്ണം കൂടുതലുണ്ട്, കുറെ ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുന്ന ഒരു ചിത്രം കൂടിയാണ്. അപ്പൊ എന്താണ് ഇത്? എപ്പോഴായിരുന്നു ഇതിന്റെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തത്? എവിടെയായിരുന്നു ഈ സെറ്റ് ഉണ്ടായിരുന്നത്? എറണാകുളത്തും തിരുവനന്തപുരത്തും ഒക്കെ ആയിട്ടാണ് പ്രധാനമായിട്ടും ഷൂട്ട് നടന്നത്. തിരുവനന്തപുരത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് ഷൂട്ട് ഉണ്ടായിരുന്നു. അതുപോലെ എറണാകുളത്ത് ആണ് പ്രധാനമായിട്ടൊരു വലിയ സെറ്റ് ഉണ്ടായിരുന്നത്, എറണാകുളത്താണ്. അങ്ങനെയൊക്കെയാണ് അതിന്റെ ഷൂട്ട് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ക്രൗഡുള്ള സീനുകളും പോലീസും ആൾക്കൂട്ടും അങ്ങനെയുള്ള സീനുകളൊക്കെ ഒരുപാടുണ്ട്. എനിക്ക് തോന്നുന്നത് വേറൊരു തരത്തിലും മാലിക്ക് ശ്രദ്ധേയമായിരിക്കും. കാരണം ഇപ്പൊ OTTയിലാണെങ്കിൽ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന സിനിമകളൊക്കെ ഇപ്പൊ ഒരു കൺട്രോൾഡ് സിറ്റുവേഷനിലുള്ള ഷൂട്ടൊക്കെ ആയതുകൊണ്ട് ചെറിയ സിനിമകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇറങ്ങിയ സിനിമകളിലൊക്കെ കുറച്ച് കഥാപാത്രങ്ങളുള്ള, കുറച്ച് ക്രൗഡുള്ള അങ്ങനെയുള്ള സിനിമ. അപ്പൊ അതിനിടയിൽ മാലിക്ക് തീർച്ചയായിട്ടും വേറിട്ട് നിൽക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഒരുപാട് ക്രൗഡുള്ള അങ്ങനെ ഒരു വലിയ സിനിമ എന്ന നിലയിലും കാഴ്ച ഒരു പുതിയ അനുഭവമായിരിക്കും തന്നെയാണ് കരുതുന്നത്.
ഓക്കെ. ജോജി, ഇതിൽ ഒരുപാട് ഇങ്ങനെ ആകാംക്ഷ തോന്നിപ്പിക്കുന്ന കുറെ വേഷങ്ങൾ കണ്ടു. അങ്ങനെയുള്ള പെർഫോമൻസ് ഒക്കെ നമ്മൾ ട്രെയിലർ കാണുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് ഈ മഹേഷ് നാരായണന്റെ സിനിമയിലേക്ക് എത്താനുള്ള പ്രധാന കാരണം എന്തായിരുന്നു? ഞാനൊരു പകരക്കാരനായിട്ടാണ് വന്നത്. ബിജുവേട്ടന്റെ ഡേറ്റ് ക്ലാഷ് ആവുകയും അങ്ങനെ മഹേഷായിട്ടുള്ള സൗഹൃദം വഴി എന്നെ അത് വലിയൊരു റോളാണത്. എന്നെ വിളിക്കുകയാണ് ചെയ്തത്. അതെ, തീർച്ചയായിട്ടും അതൊരു മഹേഷ് നടത്തിയ ഒരു വലിയൊരു പരീക്ഷണമാണ്. കാരണം അത് ഒരു വലിയൊരു നടൻ ഡിമാൻഡ് ചെയ്യപ്പെടുന്ന റോളായിരുന്നു. അങ്ങനെ എനിക്ക് അതൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അത് തീർച്ചയായിട്ടും ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അത് എന്താ പറയാ, ഇപ്പൊ ദിലീഷാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് എൻ്റെ അടുത്ത് സ്റ്റാൻഡ് ചെയ്യപ്പെടുന്ന ക്യാരക്ടറാന്ന് ഫസ്റ്റ് ഞാൻ ദിലീഷിനോട് ഒരിക്കൽ ചോദിച്ചപ്പോൾ ദിലീഷിനോട് പറഞ്ഞിരുന്നു ഈ ക്യാരക്ടർ സ്റ്റാൻഡ് ചെയ്യുന്ന ക്യാരക്ടറാണ്. ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചിട്ടുണ്ടായിരുന്നില്ല അന്ന്, ഓർക്കണ്ടോ? ചോദിച്ചപ്പോ പറഞ്ഞിരുന്നു. അപ്പൊ അത് തീർച്ചയായിട്ടും അതൊരു അങ്ങനെയാണ് ഞാൻ ആ പടത്തിൽ എത്തിയത്. പിന്നെ ഇത് പറഞ്ഞില്ലേ, ഇത് മലയാളത്തിലെ വലിയ സിനിമകളിൽ ഒന്നാണത്. ഭയങ്കര എഫേർട്ട് എടുത്തിട്ടാണ് ആ സിനിമ ചെയ്തിട്ടുള്ളത്. അതിന്റെ ക്രൂ, അതിൽ അഭിനയിച്ചവരും അതിലെ ടെക്നീഷ്യൻസും എല്ലാവരും വലിയ എഫേർട്ട് എടുത്തിട്ട് ചെയ്തിട്ടുള്ള വലിയ സിനിമയാണ്. അതിപ്പോ നമ്മൾക്കിടെ സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ട് നമ്മളിങ്ങനെ കാണുന്നു. ദിലീഷ് നേരത്തെ പറഞ്ഞൊരു കാര്യം, നമ്മുടെ പ്രേക്ഷകർ ഇത്രയും എഫേർട്ട് എടുത്തിട്ടുള്ളതുകൊണ്ട് സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവരും വലിയൊരു സ്ക്രീനിൽ പറ്റാവുന്ന അത്ര ടിവിയിലും നല്ലൊരു സൗണ്ടിലൊക്കെ കാണാൻ ശ്രമിച്ചാൽ നല്ലതായിരിക്കും. കാരണം ആ ഒരു വർക്ക് ക്വാളിറ്റി ഫീൽ ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത്. അത് അങ്ങനെ ശ്രമിച്ചാൽ നല്ലതായിരിക്കും. അതെ. പിന്നെ ഇത് ഒരുപാട് കാലഘട്ടം, എനിക്ക് തോന്നുന്നു പല കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു ചിത്രമാണെന്ന് തോന്നുന്നു. അപ്പൊ ഒത്തിരി ഹാർഡ് വർക്ക് ഇതിന് വേണ്ടി വന്നു. അതായത് സാധാരണ ഒരു സിനിമയ്ക്ക് വേണ്ടി എടുക്കുന്നതിലും കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടായിരുന്നോ മാലിക്കിന്? ഒരു ആദ്യം തന്നെ ഈ പറയുന്ന പോലെ മഹേഷ് നാരായണൻ എന്ന് പറയുന്ന ഒരു ഫിലിം മേക്കർ, ഇപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ ടേക്ക് ഓഫ് പോലെയുള്ള സിനിമകളൊക്കെ ഉണ്ട്. ഞാൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഈ ഡയറക്ടറിന്റെ ഒപ്പം വർക്ക് ചെയ്യണമെന്ന് നമുക്ക് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു ഫിലിം മേക്കറിന്റെ ഒപ്പം അഭിനയിക്കാൻ സാധിച്ചു. അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ തന്നെ ഏർലി 20s മുതൽ ഒരു ഏർലി 60s വരെ പ്ലേ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു കഥാപാത്രത്തിന്റെ ഒരു അറൌണ്ട് 4 decades ആണ്, അല്ലെങ്കിൽ ഈ മേജർ ഒരു 4 ട്രാൻസ്ഫോർമേഷൻസ് സിനിമയിലൂടെ കാണിക്കുന്നുണ്ട്. അപ്പോ അതൊക്കെ ചെയ്യാൻ പറ്റുക. പിന്നെ ഈ ഡേവിഡ് എന്ന് പറഞ്ഞ കഥാപാത്രം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രമാണ്. അതിന്റെ ഒരു റീസൺ, ഒരു ആക്ടറിന് ട്രാവൽ ചെയ്യാവുന്ന എല്ലാ ഇമോഷൻസിലെ കൂടെ ഇയാള് ട്രാവൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഭയങ്കര സോൾഫുൾ ആയിട്ടുള്ള, ഭയങ്കര ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പിന്നെ ഇത്ര വലിയ എന്താ പറയാ, ഇന്ന് ഇൻഡസ്ട്രിയിലുള്ള ഏറ്റവും ഫൈനസ്റ്റ് ആയിട്ടുള്ള ആക്ടേഴ്സ് കൂടെ ഉണ്ട്, അല്ലെങ്കിൽ ഭയങ്കര ടെക്നിക്കൽ ക്വാളിറ്റിയിൽ സിനിമ എടുക്കപ്പെടുന്നു. പിന്നെ എല്ലാ അർത്ഥത്തിലും വലിയ സിനിമയാണ്. ഇതിന്റെ ഒരു കോണ്ടന്റ് വൈസ് ആയാലും ബഡ്ജറ്റ് വൈസ് ആയാലും സ്റ്റാർ കാസ്റ്റ് ആയാലും എല്ലാ തരത്തിലും. അപ്പൊ അത്തരം ഒരു വലിയ സിനിമയിൽ നമ്മളെ പോലെയുള്ള ഒരാൾക്ക് ഒരു മേജർ റോള് കിട്ടുക എന്ന് പറയുന്നത് തന്നെ അത് എന്താ പറയാ, ഭയങ്കര താങ്ക്ഫുൾ ആണ്. എനിക്ക് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ അതിയായ സന്തോഷം. ഓക്കെ. ദിലീഷേട്ടാ, നമുക്ക് ഇപ്പം മാലിക് എന്ന ആളിനെ കുറിച്ചാണ് ചിത്രം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പം എന്തിനാണ് മാലിക് പ്രാധാന്യം നൽകുന്നത്? പൊളിറ്റിക്സ് ആണോ, ഇല്ലെങ്കിൽ ഹ്യൂമൻ ഇമോഷൻസ് ആണോ? എന്ത് വിഷയത്തിലാണ് കഥ പറഞ്ഞിരിക്കുന്നത്? ഇതൊരു കൂടുതലായിട്ട് അതിനെ കുറിച്ച് മഹേഷാണ് പറയേണ്ടത്. ഞാൻ അതിനകത്ത് ഔദ്യോഗികമായിട്ട് പറയാൻ ആളല്ല, സിനിമയെ കുറിച്ച് അധിക ധാരണകളില്ല. എന്നാൽ ഇതൊരു പൊളിറ്റിക്കൽ ത്രില്ലർ ആണെന്നാണ്, പൊളിറ്റിക്കൽ ഡ്രാമയായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇതൊരു കേരളത്തിന്റെ സോഷ്യൽ സിറ്റുവേഷൻ ഒക്കെ ചർച്ച ചെയ്യുന്ന അങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ ഡ്രാമ തന്നെയായിരിക്കും സിനിമ. ഓക്കെ. ജോജുവിനെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പം OTT റിലീസ് വരുന്ന സമയത്ത് ഇപ്പം സാധാരണ നമ്മൾ പ്രേക്ഷകരിൽ നിന്നുണ്ടാവുന്ന ഒരു റിയാക്ഷൻ ഇപ്പം ജഗമേ തന്ത്രത്തിന് കിട്ടിയതുപോലെ തന്നെ ഇതിൽ നിന്ന് കിട്ടും. മലയാളി പ്രേക്ഷകർ എത്രത്തോളം ഇത് സ്വീകരിക്കും എന്നാണ് കരുതുന്നത്? ഇനിയിപ്പം നമ്മുടെ ഈ കോവിഡ് സാഹചര്യമൊക്കെ കഴിഞ്ഞിട്ട് തിയേറ്ററിലേക്ക് ഇത് എത്താനോ ഇല്ലെങ്കിൽ ബിഗ് സ്ക്രീനിൽ ഇത് പ്ലേ ചെയ്യാനോ ഉള്ള സാധ്യതയൊക്കെ മഹേഷ് നാരായണൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഈ സിനിമയ്ക്ക് അത് ആവശ്യമല്ലേ അങ്ങനെ ഒരു റിലീസ്? അതിന്റെ സാധ്യതകൾ അറിയില്ല. നമുക്ക് അത് വലിയ സ്ക്രീനിൽ കാണണമെന്നൊക്കെ വലിയ ആഗ്രഹമുണ്ട്. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഈ സിനിമ കാണണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ അതിന്റെ എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ എന്നുള്ളതൊന്നും എനിക്കറിയില്ല.
ഓക്കെ, വിനയ്, അപ്പം ഒരുപാട് സന്തോഷത്തിലാണ് എന്ന് മനസ്സിലായി. മഹേഷ് നാരായണൻ, ചിത്ര, മധു, ഇത്രയും വലിയ ക്രൂ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പം ഈ ഒരു ചിത്രത്തിൽ കൂടുതലായിട്ട് പ്രതീക്ഷിക്കുന്ന, കാരണം ഇതിപ്പം ഇങ്ങനെ OTT-ൽ കൂടെ വരുമ്പോഴുണ്ടാവുന്ന ആ ഒരു പ്രതീക്ഷ, കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തുന്നു, കൂടുതൽ സ്ഥലങ്ങളിലുള്ളവർക്ക് കാണാൻ പറ്റും. അപ്പം കുറച്ചുകൂടെ കരിയോഗ്രാഫിയിൽ ഒരു വലിയ മാറ്റം ഇതിൽ ഉണ്ടാവുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? 100%. കാര്യം നമ്മൾ അത്രത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മള് പലപ്പോഴും ചിലപ്പോ ഇപ്പൊ നമ്മൾ ഭയങ്കര രസമുള്ള കഥാപാത്രങ്ങളും അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് അഭിനയിക്കാൻ സാധിച്ച കഥാപാത്രങ്ങളൊക്കെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ അത്തരം സിനിമകളൊന്നും എന്താ പറയുക, കുഞ്ഞു സിനിമകളൊന്നും ആളുകളേക്ക് എത്തണം എന്ന് നിർബന്ധമില്ല. പക്ഷെ മാലിക് എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് കറക്റ്റായിട്ട് വളരെ കൃത്യമായിട്ട് അറിയാം. ഈ പറയുന്ന പോലെ ഈ ഇത്ര ഹ്യൂജ് ക്യാൻവാസിലെടുത്ത അല്ലെങ്കിൽ മഹേഷ് നാരായണന്റെ അല്ലെങ്കിൽ മറ്റേ ഫഹദ് ഫാസിൽ ലീഡ് ചെയ്യുന്ന ഒരു സിനിമക്ക് എത്രത്തോളം റീച്ച് ഉണ്ടാവും എന്നുള്ളത്. അപ്പോ ഡെഫിനറ്റ്ലി അത് ഒരു നടൻ എന്നുള്ള തരത്തിൽ നമ്മുടെ കരിയറിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, എന്തായാലും താങ്ക് യു സോ മച്ച്. ഇത് എല്ലാവരിലേക്കും ചിത്രം എത്തട്ടെ എന്നുള്ളതാണ്. കാരണം ഒരുപാട് പേര് കാത്തിരുന്ന സിനിമയാണ്. അത് ഇങ്ങനെയെങ്കിലും ആൾക്കാരിലെത്തിയതിൽ അവർക്കും സന്തോഷം. നല്ല ചിത്രമാകട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു 3 പേർക്കും. താങ്ക് യു. താങ്ക് യു. ഈ ഒരു 2-2.5 വർഷക്കാലത്തെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഡെഫിനറ്റ്ലി പരമാവധി ചെയ്യാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്, എല്ലാവരും കോർഡിനേറ്റ് ചെയ്തിട്ട്. കോഴിക്കോടിന് നന്ദി പറഞ്ഞ് സാംബശിവ റാവു വിടവാങ്ങുന്ന കലക്ടറുടെ വിശേഷങ്ങൾ കാണാം ഇടവേളയ്ക്ക് ശേഷം.